ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും സിനിമ. ഇന്നത്തെ കേരള കളക്ഷനോടെ 100 കോടിയിലധികം കേരള ഗ്രോസ് പിന്നിട്ടിരിക്കുകയാണല്ലോ. ഇന്ന് സിനിമയുടെ ഒഫീഷ്യൽ ഈ കാണുന്ന 100 കോടി പോസ്റ്ററും ആശീർവാദ സിനിമാസ് ഉൾപ്പെടെയുള്ള സിനിമയുടെ അണിയറപ്രവർത്തകർ പുറത്തിറക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏകദേശം ഒരാഴ്ച മുന്നേ ഈ കാണുന്ന ഒരു ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ തരുൺ മൂർത്തിയും രജപുത്ര എല്ലാം തന്നെ പുറത്തുവിട്ടിരുന്നു. അന്ന് യഥാർത്ഥത്തിൽ സിനിമയുടെ കേരള ഗ്രോസ് 85 കോടി പിന്നിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പലരും അന്ന് തന്നെ സംശയിച്ചിരുന്നു സിനിമയുടെ ഫൈനൽ കേരള ഗ്രോസ് 100 കോടി എത്തുമോ എന്നൊക്കെ. എന്നാൽ ഏറ്റവും അവസാനം ആ 100 കോടി ലാൻഡ് മാർക്ക് കളക്ഷനിലേക്ക് സിനിമ ഒടുവിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർ അറിയിക്കാനായിട്ടുള്ളത്. ഒരു തള്ളും ഇതിനോടകം തന്നെ സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്ററിൽ നമുക്ക് ഇതുവരെ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ചില ലാലേട്ടൻ വിമർശകരെല്ലാം തന്നെ 100 കോടി ഒഫീഷ്യൽ പോസ്റ്റർ ഒരാഴ്ച മുന്നേ പുറത്തു വന്നപ്പോൾ ആ 100 കോടിയിലേക്ക് സിനിമ കേരളത്തിൽ എത്തപ്പെടല്ലേ എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. തള്ളാണ് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ ആ പ്രാർത്ഥനകൾ വിഫലമായിരിക്കുന്നു എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. ഇതിനിടയിൽ സിനിമയുടെ കൃത്യമായി കേരള ഷെയർ കളക്ഷൻ ഇന്നലെ വരെയുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം സിനിമയുടെ നിർമ്മാതാവിന് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് ലഭ്യമാകുന്ന ഷെയർ 40 കോടിയും പിന്നിട്ട് ഇപ്പോഴത്തെ 42 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. നിലവിലെ ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഫൈനൽ കേരള ഷെയർ ഉറപ്പായിട്ടും 45 കോടി കടക്കുമെന്ന് നമ്മുടെ ട്രാക്കേഴ്സ് വിലയിരുത്തുന്നു. അപ്പോൾ ഒരു മലയാളം സിനിമയുടെ ഏറ്റവും ഉയർന്ന കേരള ഷെയറാണ് നമ്മുടെ തുടരും എന്ന സിനിമയുടെ നിർമ്മാതാവിന്റെ പക്കലേക്ക് എത്തുന്നത്. കേരള ഷെയറിലൂടെ തന്നെ സിനിമ വലിയ ലാഭകരമായ സിനിമയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. 100 കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തപ്പോൾ 42 കോടി സിനിമയുടെ നിർമ്മാതാവിന് ലഭ്യമായിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള തുക ആർക്കൊക്കെ പോകുമെന്ന് ഒരുപാട് പ്രേക്ഷകരുടെ മനസ്സുകളിൽ ചോദ്യമായിരിക്കുമല്ലോ. പലർക്കും അറിവുള്ളത് പോലെ തന്നെ നിശ്ചിത തുക അതിൽ നിന്നും നമ്മുടെ സർക്കാരിലേക്ക് ടാക്സ് ആയിട്ട് പോകും. അതുകൂടാതെ തിയേറ്റർ ഉടമകൾക്കാണ് ബാക്കിയുള്ള വലിയൊരു തുക ലഭ്യമാകുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ വരുമാനമാണ് നമ്മുടെ തിയേറ്റർ ഉടമകളും ഒപ്പം തന്നെ നിർമ്മാതാവും ഒപ്പം സർക്കാർ എല്ലാം തന്നെ നേടിയെടുക്കുന്നത്. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ലാലേട്ടൻ സിനിമയുടെ പീക്ക് ടൈം മലയാള സിനിമയ്ക്ക് ആകെ മൊത്തത്തിൽ പീക്ക് ടൈം എന്ന് മാത്രമല്ല തിയേറ്റർ ഉടമകൾക്ക് പീക്ക് ടൈം, ഒപ്പം തന്നെ തിയേറ്ററിന് അടുത്തുള്ള ഹോട്ടൽ ഉടമകൾക്ക് അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് എല്ലാം തന്നെ പീക്ക് ടൈം ആയി മാറുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. മറ്റു ചില പ്രമുഖ നടന്മാർക്കെല്ലാം തന്നെ പീക്ക് ടൈം ആണെങ്കിൽ ആ നടനും അതോടൊപ്പം തന്നെ ആ നടന് ചുറ്റുമുള്ള ചില PR തൊഴിലാളികൾക്കും മാത്രമായിരിക്കും പീക്ക് ടൈം. എന്നാൽ ലാലേട്ടൻ്റെ കാര്യത്തിൽ മൊത്തം ഉണർവാണ് നമ്മുടെ ഇൻഡസ്ട്രി എല്ലാം തന്നെ നേടിയെടുത്തിരിക്കുന്നത്. ഇനിയും ഇങ്ങനെ തുടരെ മികച്ച സിനിമകളുമായിട്ട് ലാലേട്ടൻ വരട്ടെ, വീണ്ടും പീക്ക് ടൈം എത്തട്ടെ, ഇതേപോലെ കളക്ഷൻ നേടിയെടുക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാത്തിരിക്കുക കൂടുതൽ ഇതുപോലുള്ള ലാലേട്ടൻ വാർത്തകൾക്ക്.